നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണം. നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു രഹസ്യമായുള്ളൊരു കാര്യം പറയാനാണ് നമ്മൾ ഈ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ഇപ്പോൾ തമിഴിലും ഫേമസാണ്, മലയാളത്തിലും ഫേമസാണ്, അതുപോലെ തന്നെ തെലുങ്കിലും അറിയാം, എല്ലാ ഭാഷയിലും മമ്മൂട്ടിയെ അറിയാം. പക്ഷേ മമ്മൂട്ടിക്ക് ഇപ്പോഴും ഈ തമിഴ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറയാൻ കാരണം ഗൗതം മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംവിധായകനാണ്. അതിനേക്കാളുപരി ഭയങ്കര ആർട്ടിസ്റ്റാണ്, ഗംഭീരമായിട്ട് അഭിനയിക്കും. എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം. നല്ല നടനാണ് അദ്ദേഹത്തിന് ഒരു മമ്മൂട്ടിനെ വെച്ചൊരു പടം എടുക്കണമെന്ന് വളരെ കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഒരു മലയാള പടം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കുറച്ച് നാളായി കാത്തിരിക്കുന്നു. അങ്ങനെ മമ്മൂട്ടി ഡേറ്റ് കൊടുത്തു. മമ്മൂട്ടിയുടെ ആ പടത്തിൻ്റെ പൂജ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കഥയൊക്കെ മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടി ചില ഡിമാൻഡുകൾ വെച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് മൂപ്പര് വയ്ക്കുന്ന ഡിമാൻഡുകളെന്ന് കേൾക്കണം. എന്താ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മലയാള പടത്തിൽ അഭിനയിക്കുമ്പോൾ ഒരുപാട് തമിഴ് ആർട്ടിസ്റ്റുകളെ ഈ പടത്തിൽ കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ടെക്നീഷ്യന്മാർ തമിഴിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാൻ പറ്റില്ല. എൻ്റേതായിട്ടുള്ള എനിക്ക് വളരെ പരിചയമുള്ള, എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്യാമറമാൻമാരും മറ്റുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്, അവരെ വെക്കണം എന്നുള്ള ഡിമാൻഡാണ് മമ്മൂട്ടി വെച്ചത്. ഗൗതം മേനോൻ ആകെ ആപ്പിലായ പോലെ. എന്താ, ഗൗതം മേനോന് ഒരു ടീമുണ്ട്. ഗൗതം മേനോൻ്റെ ക്യാമറ ആയാലും മറ്റുള്ള വർക്കുകളായാലും എല്ലാം പെർഫെക്ഷൻ വർക്കുകളാണ്. അതിന് വേണ്ടി ഒരു ടീം തന്നെ മൂപ്പർക്കുണ്ട്. ആ ടീമിനെ മുഴുവൻ ചെന്നൈയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഫ്രഷായി ഒരു ഡയറക്ടറെ മാത്രം ദത്തെടുക്കാനാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ ആൾക്ക് അതിൽ വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പടം വിജയിപ്പിച്ചതും ആളുടെ ഫോട്ടോഗ്രാഫിയും അതിൻ്റെ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളെല്ലാം തമിഴ് ഇൻഡസ്ട്രിയിലാണ് നോക്കുന്നത്. അത് ഇവിടെ വന്നാൽ അത് വളരെ സക്സസ്ഫുൾ ആവുമെന്നുള്ളത് ഗൗതം മേനോന് അറിയാം, പക്ഷേ മമ്മൂട്ടിക്ക് അറിയില്ല. മമ്മൂട്ടി പറയണത് എന്താ, നിങ്ങളുടേതായുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം, നിങ്ങളുടേതായ നടന്മാരുണ്ടായിരിക്കാം, തമിഴുണ്ടായിരിക്കാം, തെലുങ്കിലുണ്ടായിരിക്കാം, പക്ഷേ പച്ച മലയാള പടമായിരിക്കണം എൻ്റെ പടത്തിൽ തമിഴ് ആൾക്കാരെ കൊണ്ട് കുത്തി നിറയ്ക്കാൻ പറ്റില്ല, ടെക്നീഷ്യന്മാരെ കൊണ്ട് കുത്തി നിറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് നിബന്ധനകളാണ് മമ്മൂട്ടി വെച്ചിരിക്കുന്നത്. നമ്മൾക്കിത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം മേനോൻ പോലുള്ള ഒരു പടം, ഒരു സംവിധായകൻ, മമ്മൂട്ടിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് കേരളത്തിൽ മാത്രം മമ്മൂട്ടിയുടെ ആ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മുതലാവില്ല പ്രൊഡ്യൂസർക്ക്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അത് മൾട്ടി ലാംഗ്വേജിൽ എടുക്കുന്നതിൽ എന്താ തെറ്റ്? ഗൗതം മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് ഒരു പടം വരാൻ വേണ്ടി ഈ ന്യൂ ജനറേഷൻ വരെ കാത്തിരിക്കുക. അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിൽ അവിടെ നിന്ന് കൊണ്ടുവരുമോ, ക്യാമറമാനെ കൊണ്ടുവരുമോ, അതൊക്കെ നല്ലതിനാന്ന് വിചാരിക്കുക വേണ്ടത്. മമ്മൂട്ടി ഒരുപാട് ഡിമാൻഡുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു സംവിധായകൻ്റെ പടം നമുക്ക് നഷ്ടപ്പെടും. അത് പാടില്ല എന്നാണ് മമ്മൂട്ടിയോട് നമ്മൾ പറയണത്. ഗൗതം മേനോൻ നല്ല സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ മമ്മൂട്ടി അഭിനയിച്ച അതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിലിപ്പോൾ തമിഴിലുള്ളവരും അതിൻ്റെ ടെക്നീഷ്യന്മാരും ആര് വേണമെങ്കിലും വരട്ടെ. എന്തിനാ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ഈ ഡിമാൻഡുകളൊക്കെ വെച്ച്? നിങ്ങൾ വെറും ചെറുതാവേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ ഉള്ളത്? നിങ്ങൾ വലിയൊരു മെഗാസ്റ്റാർ അല്ലേ? നിങ്ങൾക്ക് ആര് വന്നാലും ഇപ്പം എന്താ, നിങ്ങളെ പടം എല്ലായിടത്തും ലൈവായിട്ട് എല്ലാ സ്ക്രീനിലും കളിക്കട്ടെ, തമിഴ്നാട്ടിലും കളിക്കട്ടെ. നിങ്ങളൊക്കെ അവിടെ തമിഴ്നാട്ടിൽ വലിയ സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ ഞങ്ങൾ മലയാളികൾക്ക് അഭിമാനമാണ്. നിങ്ങൾ തെലുങ്കിൽ പോക്കോ, കന്നഡത്തിൽ പോക്കോ, ഹിന്ദിയിൽ പോക്കോ, അവിടെയൊക്കെ നിങ്ങൾ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ, ആ നടൻ കേരളത്തിലെ സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അത് മൾട്ടി ലാംഗ്വേജിൽ പോകുന്ന പടത്തിനെ നിങ്ങൾ ഈ മലയാളത്തിൽ മാത്രം ഒതുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു പടത്തിൻ്റെ പൂജ കഴിഞ്ഞ നിലയ്ക്ക് അത് ആ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഇതിലും കൈകടത്താതെ അതെല്ലാം ഗൗതം മേനോന് വിട്ടുകൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും